നമസ്കാരം, എല്ലാവർക്കും എക്സൽ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഓർ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. നമ്മളതിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സിനെ കുറിച്ചായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓർ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അഥവാ മാനവ വിഭവശേഷിയുടെ അഥവാ മാനവ വിഭവത്തിൻ്റെ ഗണപരമായ സവിശേഷതകളെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പുതിയ ടോപ്പിക് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ എന്തെല്ലാമാണ്? ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓർ ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതെല്ലാമായിരുന്നു ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ. എഡ്യൂക്കേഷൻ്റെ സബ് പോയിൻ്റായി വരുന്നത് ലിറ്ററസി റേറ്റ്, ഹെൽത്ത് കെയറിൻ്റെ സബ് പോയിൻ്റായിട്ട് വരുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി. ഏതൊക്കെയാണ് ഗുണപരമായ സവിശേഷതകൾ? വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും. അതിൽ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പഠിക്കുന്നത് സാക്ഷരതാ നിരക്കിനെ കുറിച്ചും ആരോഗ്യ പരിപാലനത്തിൽ ആയുർദൈർഘ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ മാൻ പവർ ഓഫ് ദ നേഷൻ ഈസ് ഇറ്റ്സ് സ്ട്രെങ്ത്. ദ പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി മാൻ പവർ ഓഫ് ദ നേഷൻ ഈസ് ഇറ്റ്സ് സ്ട്രെങ്ത്. അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ കരുത്ത്. ഇത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ ബലം അഥവാ മാൻ പവർ, രാജ്യത്തിൻ്റെ കരുത്ത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ മാൻ പവറാണ്. അല്ലെങ്കിൽ എന്താണ്? അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് അവിടുത്തെ ആ ഒരു രാജ്യത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അധ്വാനശേഷിയെ മെച്ചപ്പെടുത്തുന്ന ഗുണപരമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദ ലേബർ പൊട്ടൻഷ്യൽ? വിദ്യാഭ്യാസം ഓർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനം, ട്രെയിനിങ് അഥവാ പരിശീലനങ്ങൾ, സോഷ്യൽ ക്യാപിറ്റൽ അഥവാ സാമൂഹിക മൂലധനം. ഇവയാണ് പ്രധാനമായും അധ്വാനശേഷിയെ മെച്ചപ്പെടുത്തുന്ന ഗുണപരമായ ഘടകങ്ങൾ. വൺസ് മോർ, വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദ ലേബർ പൊട്ടൻഷ്യൽ? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനങ്ങൾ, അതുപോലെ സാമൂഹിക മൂലധനം. ഇവയാണ് ലേബർ പൊട്ടൻഷ്യൽ അഥവാ അധ്വാനശേഷിയെ വാർത്തെടുക്കുന്ന ഗുണപരമായ ഘടകങ്ങൾ. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു ഇവയെല്ലാമാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ അധ്വാനശേഷിയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നമ്മൾ ഉപയോഗപ്രദമാക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും പരിശീലനവും സാമൂഹിക മൂലധനവും. എന്നാൽ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദ അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ കാണുന്ന ഡയഗ്രത്തിൽ എങ്ങനെയാണ് ഹൗ ടു ഇംപ്രൂവ് ഹ്യൂമൻ റിസോഴ്സ്, മെച്ചപ്പെട്ട മാനവ വിഭവം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, അതിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ്, പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ് ഇൻക്രീസസ്. അങ്ങനെ പറഞ്ഞാൽ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. തൊഴിലാളികളുടെ ഉൽപ്പാദനം, അതായത് അവർക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ആൻറ്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്സ്, സംരംഭകത്വം മെച്ചപ്പെടുത്തുന്നു. തേർഡ് പോയിന്റ്, സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷുർഡ്. എന്താണ്? സാമൂഹിക ക്ഷേമം എൻഷുർ ചെയ്യുക, ഉറപ്പ് വരുത്തുന്നുണ്ട്.
ഫോർത്ത് പോയിന്റ്, സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നു. ഇക്കണോമിക് ഇന്നീക്വാളിറ്റി ഈസ് റെഡ്യൂസ്ഡ്. എങ്ങനെയാണ് എക്കണോമിക് ഇന്നീക്വാളിറ്റി? അതായത് രാജ്യത്തുള്ളവർ തൊഴിലെടുക്കുന്നതിലൂടെ ആ തൊഴിലാളികൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നു. അപ്പോൾ എന്താണ് അവരുടെ എന്താ പറയുക, ഒന്നും ഇല്ലാത്തവനും എന്താണ് എന്തെങ്കിലും നേടുക, അല്ലെങ്കിൽ എക്കണോമിക് ഇന്നീക്വാളിറ്റി. നമ്മളിപ്പോൾ നോർമൽ കേസ് പറയുകയാണെങ്കിൽ നമ്മളൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിനൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഈ വരുമാനം കിട്ടിയില്ലെങ്കിൽ എന്താണ്? തൊഴിൽ ചെയ്യുന്നവൻ എന്ത് കിട്ടുന്നു? വരുമാനം കിട്ടുന്നു, തൊഴിലില്ലാത്തവൻ. അപ്പോൾ എന്താണ്? എല്ലാവരെയും ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റിയെടുക്കുക. അപ്പോൾ എന്താണ്? അതിലൂടെ എക്കണോമിക് ഇന്നീക്വാളിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഫിഫ്ത്ത് പോയിന്റ്, നാച്ചുറൽ റിസോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി. നാച്ചുറൽ റിസോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി. പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, മേക്സ് പോസിബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മേക്സ് പോസിബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കുന്നു. ഇവയാണ് പ്രധാനമായും മെച്ചപ്പെട്ട മാനവ വിഭവം അല്ലെങ്കിൽ മാനവ വിഭവം മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. മാനവ വിഭവം മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ അഥവാ ദ അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഓർത്ത് വയ്ക്കണം എന്തായിരുന്നു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞത്. അതായത് അധ്വാനശേഷിയുള്ള ജനവിഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഈ അധ്വാനശേഷിയുള്ള അല്ലെങ്കിൽ ഈ മാൻ പവർ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? രാജ്യത്ത് വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് എന്തെല്ലാം രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്? ഫസ്റ്റ് വൺ, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ്. തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ആൻറ്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്. സംരംഭകത്വം മെച്ചപ്പെടുത്തുന്നു. സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്തുന്നു. സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷുർഡ്. ഇക്കണോമിക് ഇനീക്വാളിറ്റി ഈസ് റെഡ്യൂസ്ഡ്. സാമ്പത്തിക അന്തരം കുറയുന്നു. പിന്നെ അതുപോലെ നാച്ചുറൽ റിസോഴ്സസ് ഈസ് യൂട്ടിലൈസ്ഡ് ഇഫക്റ്റീവ്ലി. പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. മേക്ക് പോസിബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസനവും ഉപയോഗവും സാധ്യമാകുന്നു. ഇത് നമ്മളിപ്പോൾ അഡീഷണലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് ഏതായിരുന്നു? ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആയിരുന്നു. ഏതെല്ലാമായിരുന്നു? ഹെൽത്ത് കെയറും പിന്നെന്തായിരുന്നു? എഡ്യൂക്കേഷനെ കുറിച്ചിട്ടായിരുന്നു. ഇവ രണ്ടുമാണ് നമ്മുടെ മാനവ വിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ. അപ്പോൾ ഇനി ആ ഒരു പോയിന്റിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഗുണപരമായ ഘടകങ്ങൾ? ഓരോന്ന് എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിനെ മെച്ചപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ഹൗ ഈച്ച് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇംപ്രൂവ്സ് ഹ്യൂമൻ റിസോഴ്സസ്. എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് നമുക്ക് വിദ്യാഭ്യാസവും മാനവ വിഭവശേഷി വികസനവും നോക്കാം. രാജ്യത്ത് ജനസംഖ്യ കൂടുതൽ ഉണ്ടായതുകൊണ്ട് മാത്രം എന്ത് സാധ്യമാകണമെന്നില്ല? ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല. ശേഷിയും വൈദഗ്ധ്യവുമുള്ള ജനങ്ങൾ ഉണ്ടാവണം. വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്കുണ്ട്. അതായത് ജനങ്ങൾ രാജ്യത്ത് ഒരുപാടുള്ളത് കൊണ്ട് അത് നമുക്കറിയാം. എന്താ പറയുക, ഒരുപാട് ആളുള്ളതുകൊണ്ട് നമുക്ക് രാജ്യത്ത് വികസനം ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. പകരം എന്തുണ്ടായിരിക്കണം? രാജ്യത്തുള്ള ജനങ്ങൾ അധ്വാനശേഷിയുള്ള ജനവിഭാഗം. ഈ അധ്വാനശേഷി മാത്രം മതിയോ? അധ്വാനിക്കാനുള്ള ശേഷി മാത്രം ഉണ്ടായാൽ മതിയോ? അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള വൈദഗ്ധ്യവും ജനങ്ങളിൽ ഉണ്ടാവണം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാനവ വിഭവശേഷി വികസനത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ശേഷിയും വൈദഗ്ധ്യവുമുള്ള ജനങ്ങൾ ഉണ്ടായെങ്കിലേ രാജ്യത്ത് വികസനം സാധ്യമാവുകയുള്ളൂ. വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിന് എന്ത് അത്യാവശ്യമാണ്? വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്കുണ്ട്. അതിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് രാജ്യത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ശ്രദ്ധിക്കാം. The mere increase in the population will not lead to the development of a country. It requires people with potential and skills.
എഡ്യൂക്കേഷൻ ഹാസ് എ മേജർ റോൾ ഇൻ മൗൾഡിങ് സ്കിൽഡ് പീപ്പിൾസ്. അതായത് വിദ്യാഭ്യാസത്തിൽ എന്താ പറയുക, ജനങ്ങളെ ഒരു നല്ലൊരു അല്ലെങ്കിൽ ഒരു കഴിവുള്ള വ്യക്തിയാക്കി മാറ്റുന്നതിൽ, വൈദഗ്ധ്യമുള്ള ജനങ്ങളെ വാർത്തെടുക്കുന്നതിന് എന്തിനു കഴിയുന്നുണ്ട്? വിദ്യാഭ്യാസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് രാജ്യത്തിൻ്റെ വികസനത്തിന് വിദ്യാഭ്യാസം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു ഫ്ലോ ചാർട്ട് കാണുന്നുണ്ട്. ഈ ഫ്ലോ ചാർട്ടിൽ ശ്രദ്ധിക്കുക, എന്താണ് വിദ്യാഭ്യാസം? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി വിദ്യാഭ്യാസം നേടുമ്പോൾ ആ കുട്ടിക്ക് എന്തെല്ലാം സ്വായത്തമാക്കാൻ കഴിയുന്നുണ്ട്? എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പോയിന്റ്, വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു. സെക്കൻഡ്, ബെറ്റർ ദ ടെക്നോളജിക്കൽ നോ ഹൗ. എങ്ങനെയാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുന്നു. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്താണ് സാങ്കേതികപരമായിട്ടുള്ള ബെറ്റേഴ്സ് ദ ടെക്നോളജിക്കൽ നോ ഹൗ, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു. ഈ അറിവ് ലഭിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ആർക്ക് നേടാനാവുന്നു? ഈ വിദ്യാസമ്പന്നരായ ഓരോരുത്തർക്കും നേടാൻ കഴിയുന്നു. ഇങ്ങനെ മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? അവർക്ക് അവരുടെ എന്താണ് ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് സാധിക്കുന്നു. ഇംപ്രൂവ് ഓർ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അവർക്ക് എന്തുണ്ടാവുന്നു? അവരുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നു. ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ എന്താണ് നമ്മൾ സാധാരണ ഒരു വീട്ടിലെ കുട്ടി എന്തിനു പോകുന്നു? പഠിക്കാൻ സ്കൂളിൽ നമ്മളെപ്പോലുള്ളവർ സ്കൂളിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ജോലി. ആ ജോലി കിട്ടുന്നതിലൂടെ നമ്മൾ എന്താ മീൻ ചെയ്യുന്നത്? നമ്മളുടെ നല്ലൊരു ലൈഫ് ആണല്ലോ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുന്നു. ഇംപ്രൂവ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ദെൻ ഇംപ്രൂവ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു. വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെട്ടു വന്നാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവർക്ക് ബെറ്റർ ദ ടെക്നോളജിക്കൽ നോ ഹൗ, എങ്ങനെയാണ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള ആ ഒരു അറിവ് ഉണ്ടാവുന്നു. അതിനുശേഷം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം. നല്ലൊരു ജോലിയും വരുമാനവും അവർക്ക് നേടാൻ സാധിക്കുന്നു. ഇങ്ങനെ ജോലിയും വരുമാനവും നേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട് വരുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നല്ലൊരു ജീവിത നിലവാരം ഉയർന്നു വരുമ്പോൾ അവിടെ എന്തുകൂടി സംഭവിക്കുന്നുണ്ട്? രാജ്യത്ത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിക്കുന്നു. ദേശീയ വരുമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എന്താവുന്നുണ്ട്? പുരോഗതിയിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? രാജ്യത്ത് നേട്ടം ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് എന്ത് നടക്കുന്നുണ്ട്? ദേശീയ വരുമാനത്തിൻ്റെ ഏകദേശം ഒരു 6% ചെലവഴിക്കണം എന്നാണ് ആര് പറയുന്നത്? വിദഗ്ധരുടെ അഭിപ്രായം. ഏകദേശം 2013-14 ഇയേഴ്സിൽ 3.3% ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, എന്താണ് സാക്ഷരത നിരക്ക് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ലിറ്ററസി റേറ്റ്? ലിറ്ററസി റേറ്റ് റെഫേഴ്സ് ടു ദ പെർസെൻറ്റേജ് ഓഫ് ഹ്യൂമൻ ദാറ്റ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് വിത്ത് കോംപ്രഹെൻഷൻ. ജനസംഖ്യയിൽ 100 പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതാണ് എന്തെന്ന് പറയുന്നത്? സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്. ലിറ്ററസി റേറ്റ് റെഫേഴ്സ് ടു ദ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് വിത്ത് കോംപ്രഹെൻഷൻ. ജനസംഖ്യയിൽ 100 പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതാണ് എന്തെന്ന് പറയുന്നത്? സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത്.
ദെൻ ഇനി നമുക്ക് നോക്കാം, വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ്, അതായത് ഓരോരുത്തരുടെയും വിദ്യാഭ്യാസവും അവരുടെ കഴിവും മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. എന്തൊക്കെയാണ്? വിച്ച് ആർ ദ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. വിദ്യാഭ്യാസവും അവരുടെ കഴിവും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഏതെല്ലാം പദ്ധതികളും ലക്ഷ്യങ്ങളുമാണ് അല്ലെങ്കിൽ പ്രോജക്റ്റുകളാണ് നടപ്പിൽ വരുത്തിയതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോജക്റ്റ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? സംയോജിത ശിശു വികസന സേവന പരിപാടി, ICDS. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ടു എൻഷുർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം. പിന്നെ അതിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ഫോർ പ്രഗ്നൻറ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വിമൺ. അതായത് മുലയൂട്ടുന്ന അമ്മമാരുടെയും ഗർഭിണികളുടെയും ആരോഗ്യ പരിപാലനവും കൂടി ഏത് പ്രൊജക്റ്റിൽ വരുന്നതാണ്? ICDS എന്ന പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഗോളാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോജക്റ്റ് ദാറ്റ് ഈസ് സമഗ്ര ശിക്ഷ അഭിയാൻ. സമഗ്ര ശിക്ഷാ അഭിയാൻ ഓർ SSA. ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് സർവശിക്ഷാ അഭിയാനും പിന്നെ അതുപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഏത് വന്നിരിക്കുന്നത്? SSA. The Samagra Shiksha Abhiyan formed by integrating Sarva Shiksha Abhiyan. ഈ സർവശിക്ഷ അഭിയാൻ അറിയപ്പെടുന്നത് എന്തിനാണ്? SSA ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അഥവാ RMSA. ഈ രണ്ട് പ്രൊജക്റ്റുകൾ കൂടി ചേർന്നിട്ട് ഏതൊക്കെയാണ്? SSA മീൻസ് നമ്മളിപ്പോൾ പഠിക്കുന്ന സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഷോർട്ട് എന്തുതന്നെയാണ്? SSA ആണ്. അപ്പോൾ എങ്ങനെയാണ്? സമഗ്ര ശിക്ഷാ അഭിയാൻ വാസ് ഫോംഡ് ബൈ എങ്ങനെയാണ്? ഏതുമായിട്ട് കൂട്ടിയോജിപ്പിക്കുകയാണ്? സംയോജിപ്പിച്ചതാണ് സർവശിക്ഷാ അഭിയാൻ ഓർ SSA ആൻഡ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ഓർ RMSA. ഇനി ഇതിൻ്റെ ഗോൾസ് നോക്കാം. ടു എൻഷുർ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ടു ഓൾ അപ് ടു higher secondary level, and second point to ensure quality and equity. Third point to promote the vocational education strengthen, and fourth point endana to the teacher training institute like SCRT, DIET or DIET etc. നമുക്ക് പോയിൻറ്റ്സ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ് സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക. സെക്കൻഡ് പോയിൻറ്റ് തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. തേർഡ് പോയിൻറ്റ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക. ഫോർത്ത് പോയിൻറ്റ് SCRT അഥവാ SERT ആൻഡ് DIET ഓർ DIET തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക. ഓക്കെ, തേർഡ് പ്രോജക്റ്റ് നമുക്ക് നോക്കാം. തേർഡ് പ്രോജക്റ്റ് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ, RUSA, രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ. അതിൻ്റെ ഗോൾസ് നോക്കാം. ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ടു ഇൻക്രീസ് ദ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധിക്കാം. രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ എന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും എന്നതാണ് RUSA ഓർ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാൻ്റെ ലക്ഷ്യങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കണം, അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തണം. ആൻഡ് ഫോർത്ത് പോയിൻറ്റ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം എന്താണ് അതിൻ്റെ ഗോൾസ് എന്ന് നോക്കാം. ടു ഇംപ്രൂവ് ദ വർക്കിംഗ് സ്കിൽസ് ഓഫ് ദ യൂത്ത്. ഫസ്റ്റ് പോയിൻറ്റ് ടു ഇംപ്രൂവ് ദ വർക്കിംഗ് സ്കിൽസ് ഓഫ് ദ യൂത്ത്. ആൻഡ് second point to ensure the availability of people with
employable skills to ensure the availability of people with employable skills. എന്ന് പറഞ്ഞാൽ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണി മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ഇവയാണ് പ്രോജക്റ്റ് ദാറ്റ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസവും വികസനവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ. അപ്പോൾ ഈ ഒരു ടേബിള് എക്സാമിന് ചോദിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അധികവും നിങ്ങൾക്ക് ഷോർട്ട് നെയിം തരും, ICDS. അതിൻ്റെ ഷോർട്ട് ഫോം തന്നിട്ട് ഒന്ന് അത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. അതുപോലെ അതിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുക SSAയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, RMSAയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, RUSAയുടെ എന്തൊക്കെയാണ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കാം. ദർ ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് വാരിയസ് ലെവൽസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഇൻ എ കൺട്രി. സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര ആർ എമംഗ് ദം. വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്ത് വിവിധ തലത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ് സ്കൂൾ കഴിഞ്ഞാൽ നമ്മൾ കോളേജുകൾ, വീണ്ടും സർവകലാശാലകൾ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട്. ഈ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കുകയും 2009 അത് വിദ്യാഭ്യാസ അവകാശ നിയമമായി പാസ്സാക്കുകയും ചെയ്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യയുടേത്. വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE എന്ന് പറയുന്നത്. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യമാണ് ഉറപ്പ് നൽകുന്നത്. ഭരണഘടന RTE ആക്ട് വഴി ഉറപ്പ് നൽകുന്നത്. അവർ കൺട്രി ഹാസ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. നമ്മുടെ രാജ്യത്ത് അതെന്താണ്, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലിക അവകാശമാണ്. ആൻഡ് ഹാസ് പാസ്ഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട് ഇൻ 2009. The Constitution ensures the goal of elementary education for all through RTE Act. However, the problems still exist in education sector. എന്നിരുന്നാൽ ഇന്നെന്താണ്, വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും ഇനിയും പരിഹരിക്കപ്പെടാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഒന്ന്, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകാത്ത ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതായത് ഓരോരോ പ്രോബ്ലംസ് കാരണം എന്താണ്, പ്രൈമറി എഡ്യൂക്കേഷൻ പോലും, ബേസിക് എഡ്യൂക്കേഷൻ പോലും ലഭ്യമാകാതെ വിദ്യാലയങ്ങളിൽ നിന്ന് അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. certain sections drop out from the schools without completing primary education. അപ്പോൾ അത് നിർത്തലാക്കുക. സെക്കൻഡ് പോയിന്റ് വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്. there is a lack of availability of basic facilities in the education sector. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട ബേസിക് നീഡ്സ് ബേസിക് ഫെസിലിറ്റീസിന് വേണ്ട കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ ചെയ്യാനുണ്ട്. ലാസ്റ്റ് പോയിന്റ് വിദ്യാഭ്യാസത്തിൽ ഗുണനിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്തുക. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നും വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന മെയിനായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി എന്നാലും കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കപ്പെട്ടു എന്നല്ല, ഇതും പരിഹരിക്കേണ്ടുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസവും മാനവ വിഭവശേഷി വികസനവും അഥവാ എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റും വിദ്യാഭ്യാസവും എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ കാണിച്ചിരുന്ന ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു രാജ്യത്തെ വികസനത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഹൗ എഡ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുള്ള 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട. 2 മാർക്കാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് മാത്രമാണ് നിങ്ങൾ വരച്ചു വെക്കേണ്ടത്. ഓക്കെ, ആൻസർ ഷീറ്റിൽ നിങ്ങൾ കാണിക്കേണ്ടത് ഈ ഒരു ഫ്ലോ ചാർട്ടാണ്. കാരണം അത് 2 മാർക്കിനാണ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി. എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്നു, ഇംപ്രൂവ് ദ സ്കിൽസ് ഓഫ് ഇൻഡിവിജ്വൽ.
വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുന്നു. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ബെറ്റേഴ്സ് ദ ടെക്നോളജിക്കൽ നോ ഹൗ, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭ്യമാകുന്നു. ഫോർത്ത് പോയിന്റ് എന്താണ്? ഹെൽപ്സ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം, മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നു. ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതിലൂടെ നമുക്ക് ജീവിത നിലവാരം ഉയരുന്നു. ഈ ജീവിത നിലവാരം ഉയരുന്നതിലൂടെ രാജ്യത്ത് എന്തുകൂടി നടക്കുന്നുണ്ട്? രാജ്യത്ത് ആവശ്യമായിട്ടുള്ള വികസനവും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ പോയിന്റ്. പിന്നെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പ്രൊജക്റ്റ് ആൻഡ് ഗോൾസ്, അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മാനവവിശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണ് രാജ്യത്ത് ഉള്ളതെന്ന്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്. അത് നമ്മളൊരു ഡയഗ്രാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡയഗ്രാമാണ് അതിൽ നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.